താങ്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്ന കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന് ഏത് പുരസ്കാരം ആര് എവിടെ വെച്ച് തന്നു? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോ എത്ര നേരം തരൂന്ന് പറയാൻ? 7 ദിവസത്തേക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ട് പോണം. എനിക്ക് എത്ര നേരം തരൂന്ന് പറയാൻ? പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും, അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. താങ്കൾ പറഞ്ഞോളൂ. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോ വേറെ വഴിക്ക് ഒറ്റ മിനിറ്റിൽ പറയാവുന്നതല്ലോ. ഏത് വർഷം ഏത് പുരസ്കാരം ആര് തന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന പുരസ്കാരമായിരിക്കണം. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ പുരസ്കാരമുണ്ടോ? അങ്ങനത്തെ പുരസ്കാരമുണ്ടോ? സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അങ്ങനത്തെ പുരസ്കാരമുണ്ടോ? അങ്ങനത്തെ പുരസ്കാരമുണ്ടോ? അങ്ങനത്തെ പുരസ്കാരം ഇല്ല. അല്ല, അങ്ങനെ പുരസ്കാരം ഉണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ്. ഞാൻ സാധാരണ മനുഷ്യനാണ്, അഭിനയിക്കാൻ അറിയില്ല. ISO അംഗീകാരം ലഭിക്കുന്ന ആദ്യ SP ഓഫീസ് എവിടെയാണ്? ISO അംഗീകാരം ലഭിക്കുന്ന രാജ്യത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് SP ഓഫീസിന് ISO പുരസ്കാരം കിട്ടുന്നതാണോ ശ്രീ അനിൽകുമാർ ഒക്കെ? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ശകലകലാവല്ലഭൻ ISO പുരസ്കാരം കിട്ടും. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ നിഷേ. അല്ലല്ല, ഞാൻ നിഷയോട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിഷയ്ക്ക് ഇത് അറിയാവോന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ത്? അടുത്തത്, ഓഫീസ് നിർവഹണത്തിലെ മികവിനും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിനും രാജ്യത്തെ ഗവൺമെന്റാണോ ISO സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്? ഒരു SP ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ SPയുടെ കീഴിലുള്ള ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിശോധന അവരുടെ ചുമതലയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അടുത്തത്, സൈബർ ഡോം 2018 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ്. തമ്പുരാനറിയാം.